അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിജാബ് സ്റ്റൈലാണ് കേട്ടോ. 2-3 ഹിജാബ് സ്റ്റൈൽസാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിപ്പിനും വേണം. അപ്പോൾ ഇത്രയും മുട്ടുപിൻ നമ്മൾ എടുക്കുന്നില്ല, ഇതിൽ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുക കേട്ടോ. ഞാൻ ഈ ഒരു ഷാളാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് നമ്മൾ ഷോള് ചുറ്റുന്ന സമയത്ത് ബാക്കിൽ കുറച്ച് ഇതായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനത്തെ ക്ലിപ്സ് യൂസ് ചെയ്യാം കേട്ടോ. നല്ല നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടിരിക്കും ബാക്ക് സൈഡൊക്കെ കാണുമ്പോഴത്തേക്കും. നമുക്ക് ജസ്റ്റ് ഒരു 3-4 മുട്ടുപിന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഒരു സ്റ്റൈലെന്ന് പറയുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലാണ്. പിന്നെ നിങ്ങൾക്ക് ടർബൻ കെട്ടിയിട്ട് വേണമെങ്കിലും ഇങ്ങനെ തന്നെ ചുറ്റാം കേട്ടോ. ഞാനിവിടെ ടർബൻ ഒന്നും കെട്ടുന്നില്ല, നോർമലി ഷോൾ വെച്ചിട്ട് മാത്രമാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. ചുറ്റാനൊന്നും അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ചിലർ പറയും നമ്മൾ ചുറ്റി കെട്ടുന്ന സമയത്ത് ശരിയാവുന്നില്ല, അവരുടെ ഫേസിന് ചേരുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഷോള് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും ടർബൻ വെച്ചിട്ട് ചുറ്റി കെട്ടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ടർബൻ വെച്ചിട്ട് കെട്ടുന്നവർക്കും ഞാനിപ്പോൾ ടർബൻ ഒന്നും വെച്ചിട്ടില്ല, നോർമലി ചുറ്റുന്ന പോലെയാണ് കേട്ടോ കാണിക്കുന്നത്. ടർബൻ വെച്ചിട്ട് കെട്ടുന്ന ആൾക്കാർക്കും ഇതേ സെയിം തന്നെ ചെയ്ത് നോക്കാം. ഉള്ളിൽ ടർബൻ കെട്ടുന്ന ചിലർ ഷോളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടാറുണ്ട്. പിന്നെ നമുക്കല്ലാതെ ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു 2-3 സ്റ്റൈലുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലും ഇതായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ, എൻ്റെ രീതിയിലാണ് ഞാൻ ഈ ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റൈലാണ് കേട്ടോ. ഇത് ഫർദാസിൻ്റെ കൂടെ ആയാലും ടോപ്പ് അങ്ങനെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആയാലും പോകുന്ന നല്ല അടിപൊളിയൊരു സ്റ്റൈലാണ് കേട്ടോ ഇത്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിക്കെട്ടാം. പിന്നെ ഒരുപാട് മുട്ടുപിന്നിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു 2-3 പിന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഒരു സെറ്റി പിന്നിൻ്റെ നമ്മളിങ്ങനെ താടി ഭാഗത്ത് അവിടെ നമ്മൾ വെക്കത്തില്ലേ, അപ്പം അവിടെ ഒരു പിന്നിൻ്റെ ആവശ്യമുള്ളൂ. 2-3 ഇതിൻ്റെ മുട്ടുപിന്നിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അഴിച്ചായിട്ട് വൺ സൈഡിൽ ഇങ്ങനെ ഇടാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു വൺ സൈഡ് പിടിച്ചിട്ട് തന്നെ കുറച്ച് മുകളിലോട്ട് ഒരു പിന്നും കൂടെ കുത്തി കൊടുത്താൽ അത് അങ്ങനെ തന്നെ അവിടെ വൺ സൈഡിൽ കുത്തിയില്ലെങ്കിൽ നിങ്ങൾ വൺ സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷോൾ വെറുതെ ഇട്ടാലും മതി. അതൊരു സ്റ്റൈലാണ് കേട്ടോ. നല്ല അടിപൊളി ലുക്കാണ്. നമുക്ക് ഫർദാസിൻ്റെ കൂടെയും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും ഇങ്ങനെ തന്നെ ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കുത്തുന്നവർക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം. പിന്നെ വേറെ ജസ്റ്റ് ഒരുപാട് മുട്ടുപിന്നെ നിങ്ങൾ വാരി കുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2-3 പിന്നിൻ്റെ ആവശ്യമുള്ളത് അവിടെ തന്നെ ഇങ്ങനെ വൺ സൈഡ് പിടിച്ച് കുത്തുന്ന സമയത്ത് ഇങ്ങനെ ഒരു സൈഡിൽ നല്ല പ്ലീറ്റ്സ് പോലൊക്കെ വന്നിട്ട് നല്ല ലുക്കാണ് കേട്ടോ വൺ സൈഡായിട്ട് കിടക്കുന്നത്. ഇതിപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനിങ്ങനെ വൺ സൈഡ് വെച്ച് കാണിക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വൺ സൈഡ് നല്ല പ്ലീറ്റ്സൊക്കെ ആയിട്ട് നല്ലൊരു സ്റ്റൈലാണ് അത്. പിന്നെ നമ്മൾ അടുത്ത സ്റ്റൈലെന്ന് വെച്ചാൽ ഇതൊരു സിമ്പിൾ സ്റ്റൈലാണ് കേട്ടോ. ഇതും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പോകുന്ന ടൈപ്പിലത്തെ ഒരു സ്റ്റൈലാണ്. ജസ്റ്റ് ഇതിന് 2-3 പിന്നിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ചുറ്റാൻ ടൈമില്ലാത്ത സമയത്ത് ജസ്റ്റ് എന്താ പറയുന്നത് ഇങ്ങനെ തന്നെ ചുറ്റുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ജസ്റ്റ് നമ്മൾ വൺ സൈഡ് ലൂസാക്കിയിടാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കുന്നില്ല. അപ്പം ഇതും നല്ലൊരു അടിപൊളി സ്റ്റൈലാണ് കേട്ടോ. ഇതും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പോയിക്കോളും. ഫർദാസിൻ്റെ കൂടെ ആയാലും ഞാൻ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ പുറത്തൊക്കെ പോകുമ്പോൾ ചുറ്റി ജസ്റ്റ് ഷോൾ ഇട്ടുകൊണ്ട് പോകാറ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റൈലാണ് കേട്ടോ. ഞാൻ ഇത് ഇങ്ങനെ ചുറ്റുമ്പോൾ ടർബൻ വെച്ചിട്ട് ചുറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പം ടർബൻ വെച്ചിട്ട് ചുറ്റുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ടർബൻ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ചുറ്റി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഫേസ് ഇതായിട്ടിരിക്കും. ഇതിപ്പം നമ്മൾ ടർബനൊന്നും വെക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഷോൾ ഇരിക്കുന്നത്. ടർബനും കൂടെ വെക്കുമ്പോൾ കുറച്ചും കൂടെ ഇതായിട്ടിരിക്കും. ഇതാണ് ലാസ്റ്റ് സ്റ്റൈലെന്ന് പറയുന്നത്. ഇതും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതും വലിയ ഇതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജസ്റ്റ് ഷോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടാൽ മാത്രം മതി. അപ്പോൾ ഇതും എളുപ്പം എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ കൂടുതലും ടോപ്സിൻ്റെയൊക്കെ കൂടെ പോകുന്ന തരത്തിലൊരു സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ ഇത് 3 സ്റ്റൈലാണ് കേട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഹിജാബ് സ്റ്റൈൽ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കുക. ഞാനിപ്പോൾ ഈ ഹിജാബ് സ്റ്റൈൽ കാണിച്ചത് ഞാൻ ചുറ്റുന്ന രീതിയിൽ എൻ്റെ രീതിയിലാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.